നമ്മുടെ വിളക്കുടി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തായിട്ട് ദാണ്ട് ഒരു പെരുമ്പാമ്പിനെ ഇവിടെ പിടിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒരു പാമ്പിനെയാണ് ദാണ്ട് ഈ പിടിച്ചിരിക്കുന്നത്. ചാക്കിലും കയറ്റടാ, ചാക്കിലും കയറ്റിക്കോ, പറയപ്പെട്ടോ, അതിനങ്ങ് പിടിച്ചോ. ഇത് മാത്രമേ ഉള്ളൂ, ഇനി കുഴപ്പമില്ല. തലയ്ക്ക് വെടി. ഒരു പെരുമ്പാമ്പിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി ആ ചാക്കിലും കയറിക്കോ. കാണാനൊന്നും വേണ്ട, ചാക്കിലോട്ട് കയറ്റും. എന്തിനാ കാണാൻ നിൽക്കുന്നത്? ഞാൻ മറ്റുള്ള സ്വകാര്യത്തിന് ഞാൻ ഇടപെടാറില്ല. ഇവിടെ നമ്മുടെ വിളക്കുടി ലിറ്റിൽ ഫ്ലവറിന്റെ ഭാഗത്തായിട്ടാണ് കൂറ്റം പെരുമ്പാമ്പിനെ പിടികൂടിയിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ സമീപത്തായിട്ടാണ്. സ്വകാര്യ പര്യടനത്തിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് സമീപമുള്ള സ്ഥലമാണ്. നമ്മുടെ NH തിരുമംഗലം കൊല്ലം ദേശീയപാതയിലെ വിളക്കുടി ജംഗ്ഷൻ അല്പം കിഴക്കോട്ട് മാറി കോട്ടോട്ടം ജംഗ്ഷൻ ഇടയ്ക്കുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഈ പെരുമ്പാമ്പിനെ കണ്ടത്. ഇന്ന് ഇവിടെ കാടടിക്കാൻ നിന്ന 2-3 ജോലിക്കാർ ഇതിനെ ആദ്യം കാണുകയും അങ്ങനെ RRT സംഘത്തെ അറിയിക്കുകയും അതിന്റെ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പ്രിയപ്പെട്ട ബിജീബ് ഇവിടെ എത്തി. അന്നേരം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നെങ്കിൽ ഇതിനെ കാണാൻ കഴിഞ്ഞില്ല. അവർ പോയതിനു ശേഷമാണ് വീണ്ടും ഇതിനെ ഒരെണ്ണത്തിനെയും കൂടെ ഇവർ കാണുന്നത്. അപ്പൊ ഇവര് ജോലിക്കാർ പറയുന്നത് ഇനി ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടെന്നാണ്. കാരണം അവരാദ്യം കണ്ട പെരുമ്പാമ്പോ ആ സ്ഥലത്തോ അല്ല, മാറിയാണ് ഇതിനെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇത് ഇപ്പം വന്ന് നമ്മളെ നമ്മുടെ കുന്നിക്കൂടുള്ള ഒരു സ്വദേശി തന്നെ വന്ന് ഇതിനെ, അവന്റെ പേരെന്താ, രഞ്ജിത്ത് വന്ന് ഇതിനെ പിടിച്ച് ഇപ്പൊ ചാക്കിലാക്കിയിട്ടുണ്ട്. RRT സംഘം ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് വരുമ്പോ ഇതിനെ കൈമാറും. ഇത് നമ്മുടെ പ്രദേശത്ത് കാടുമൂടി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. ഇവരൊന്നും ഇത് വൃത്തിയാക്കാതെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. തൊട്ട് താഴെ ചതുപ്പ് നിലമുണ്ട്, വെള്ളം കിട്ടാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഇനിയും ഒരെണ്ണം കൂടി ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ചൊരു ശ്രദ്ധ ഉണ്ടാകണം. RRT സംഘം ഇനി വരുമ്പോൾ അവർ ഒന്നുകൂടി ഇവിടെ പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഇന്ന് ഏകദേശം ഒരു 4:30 കൂടിയാണ് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ബിജീവ് ഇതുപോലെ അയ്യത്ത് കാടെടുക്കുന്ന സമയത്ത് അവിടെ ഒരു പെരുമ്പാമ്പിനെ കണ്ടതായി അറിയിക്കുകയും ആ വിവരം അപ്പം തന്നെ ഞാൻ ചോദിച്ചു, വാർഡ് ഏത് ഭാഗം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതുപോലെ 16-ാം വാർഡാണ്. ഞാൻ പറഞ്ഞു വാർഡ് മെമ്പറെ വിവരം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഷാജനക്കാർ വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹവും ഇവിടെ എത്തി. അപ്പോൾ ഈ വിഷയം നടന്ന ഉടനെ നമ്മൾ RRT വിളിച്ചപ്പോൾ അവർ പുനലൂര് 2 പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അവർ എത്രയും വേഗം തന്നെ എത്തി. ഇവിടെ എത്തിയപ്പം പാമ്പില്ല. അങ്ങനെ പെട്ടെന്ന് അവർ നിലമേൽ വേറൊരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പാമ്പിനെ കാണുകയും അവർ RRT അംഗങ്ങൾ ഈ പ്രദേശത്തുള്ള ലോക്കൽ പാമ്പ് പിടിക്കുന്ന ഒരുപാട് പേരുടെ ഒരു 5-6 പേരുടെ നമ്പർ കൊടുത്തു. ബിജീവ് ഓരോരുത്തരെ മാറി വിളിച്ചപ്പോൾ അവരെല്ലാം പലയിടത്തും നിൽക്കുകയാണ്. അപ്പോൾ ഇത് പലയിടത്തും പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റോഡ് സൈഡാണ്, പ്രത്യേകിച്ച് ആളുകളും കുഞ്ഞുങ്ങളും ഒക്കെ വഴിയടന്ന് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെ കണ്ടിട്ട് കളഞ്ഞിട്ട് പോകാൻ തോന്നാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ തിരക്കിയപ്പോൾ പ്രിയപ്പെട്ട രഞ്ജിത്ത്, കാര്യം രഞ്ജിത്ത് നിരന്തരമായി വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ല, അല്ലെങ്കിൽ വാർത്തയിലും ഒന്നും വന്നില്ലെങ്കിൽ പോലും രഞ്ജിത്ത് ഏതൊരു സമയം ഏതാവശ്യത്തിന് വിളിച്ചാലും രഞ്ജിത്ത് വരുന്നതാണ്. ഇതിനു മുമ്പ് നമുക്കിവിടെ വിഷ്ണു ഉണ്ട്, ചക്വാറ വിഷ്ണു. അപ്പോൾ വിഷ്ണുവും ഇതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയവും പ്രതിഫലം പോലും വാങ്ങാതെ ഓടി വരുന്ന ഒരാളാണ്. അതിന് വിഷ്ണു ഇപ്പം ഈ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പെട്ടെന്ന് രഞ്ജിത്തിനെ വിളിച്ച ഉടനെ രഞ്ജിത്ത് പറഞ്ഞു ഇതാ വരുന്ന അപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. ഓടി വന്നു, ആ പാമ്പിനെ പിടിച്ചു ചാക്കിലാക്കി. ഇപ്പോൾ RRT വിളിച്ചിട്ടുണ്ട്, അവർ വരും. തീർച്ചയായും ഈ രഞ്ജിത്ത് ആയാലും വിഷ്ണു ആയാലും ഇതുപോലുള്ളവർ ചെയ്യുന്ന ഒരു സേവനം ഈ നാടിന്, തീർച്ചയായും പാമ്പിനെ ഇല്ലെങ്കിൽ പിന്നെ പേപ്പട്ടിയും ഒക്കെ ഇതുപോലുള്ള ഇതിനെ പിടിക്കാൻ എല്ലാവർക്കും ഒന്നും അതിനുള്ളൊരു ധൈര്യമില്ല. അപ്പോൾ ഇതുപോലുള്ള അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ ഇതിനെ കണ്ടിട്ടും അവരുടെ പണി സമയം കഴിഞ്ഞിട്ട് പോലും ഇതിനെ കളഞ്ഞിട്ട് പോകാതിരുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. എല്ലാവർക്കും വളരെയേറെ അഭിനന്ദനം അറിയിക്കുന്നു. തീർച്ചയായും ഇങ്ങനൊരു സംഭവം ചെയ്ത രഞ്ജിത്തിന് ഒരിക്കൽ കൂടി വ്യക്തിപരമായി അഭിനന്ദനം അറിയിക്കുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം, ഇവിടെ ഏത് സമയത്തും ഇതുവഴി സ്കൂൾ കുട്ടികളും എല്ലാം നടന്നു പോകുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്താണ് MMHS സ്കൂള്. ഇത് റോഡ് സൈഡാണ്. ഇതിൽ എല്ലാ പ്രദേശത്തും ഇതുപോലെ കാട് കയറി കിടക്കുകയാണ്.
നമ്മൾ പലപ്പോഴും ഈ വ്യക്തികളോട് ഈ സ്വന്തം പുരയിടത്തിലെ കാടുകൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും ഇത് ചെയ്യാറില്ല. ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് ഈ ജോലിക്കാർ പറയുന്നുണ്ട്, ഒരെണ്ണം കൂടി ഇവിടെയുണ്ട്. ഈ പിടിച്ചതിനേക്കാളും വലുതാണ് ഇവിടെ കിടക്കുന്നതിന് ഒരെണ്ണം ഉള്ളത്. തൊട്ട് താഴെയും ഇവിടെ ഏകദേശം അടുത്തടുത്തൊക്കെ വീടുകളുണ്ട്. ഇവിടെ ഇനിയുള്ള ആളുകൾക്കെല്ലാം ഭീതികരമായിട്ട് ഇവിടെ ഭയത്തോടു കൂടി അവരിനി താമസിക്കുവാൻ കഴിയും. തൊട്ട് താഴെ വെള്ളം കിട്ടാനുള്ള സൗകര്യമുണ്ട്. റബ്ബറും തോട്ടമാണ്, ചതുപ്പ് സ്ഥലങ്ങളാണ്. ഈ ചതുപ്പ് സ്ഥലങ്ങളിലാണ് ഈ മലമ്പാമ്പുകൾ കൂടുതലും കാണുന്നതെന്നുള്ളത് കൊണ്ട് ഈ RRT സംഘത്തിന്റെ അല്ലെങ്കിൽ വന ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും അതിനകത്ത് പറയാനുള്ളത്. വേറൊരു കാര്യം, ഈ സ്ഥലത്ത് സ്വകാര്യ മുതലാളിമാർ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളാണല്ലോ ഇത്. വളരെ അടിയന്തരമായി ഈ സ്ഥലം കാടെടുക്കാനും അതുപോലെ തന്നെ ഇത് വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്ന് കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ദാണ്ട് ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ദാണ്ട് ഈ റോഡ് സൈഡാണ് ഇപ്പൊ നമ്മുടെ കുറച്ചു മുമ്പ് നമ്മുടെ ഷാജിക്ക പറഞ്ഞത് പോലെ ദാണ്ട കാട് പിടിച്ച് കിടക്കുന്ന ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ മരം മുറിപ്പ് പണിക്ക് വന്നവരാണ്, പോച്ചടി ഇവിടെ പോച്ചടിക്കാൻ വന്നവരാണ് ഈ സാധനത്തിനെ കണ്ടത്. ദാണ്ട ഈ കാടുകൾ ഇപ്പം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാണ്ട ഈ കാണുന്ന കാടുകളുണ്ട്, അത് ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇവര് രാവിലെ തൊട്ട് ഇവിടെ നിന്ന് വൃത്തിയാക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഭാഗത്തെങ്കിലും ഇറങ്ങാൻ സാധിച്ചത്. ദാണ്ട ഈ കാണുന്നതെല്ലാം ഇപ്പൊ വെട്ടിയതാണ്. ഈ പോച്ച ഇപ്പം വെട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഇറങ്ങാൻ സാധിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പോലും പറ്റത്തില്ല, അമ്മാതിരി കാടായിരുന്നു. ഇവിടാണ് ഇപ്പൊ അവര് സാധനം കണ്ടേ എന്ന് പറയുന്നത്. ആണ്ടേ മുട്ടയൊന്നുമല്ല. അപ്പൊ ഈ ഭാഗത്തുനിന്ന് ഇത്രയും നീളത്തിൽ കിടന്നയാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവര് കുറച്ചു മുമ്പ് കണ്ടതിനെ അല്ല ഇപ്പം പിടിച്ചേക്കുന്നതും എന്നാണ് ഇവർ പറയുന്നത്. അവർക്ക് ചോദിക്കാം നമുക്ക് എന്തോ അവിടെ മാന്തിയിട്ട് ഫോറസ്റ്റുകാർ വന്നേ ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ആദ്യമേ കണ്ടതിനെ ഞങ്ങള് ആ ഭാഗത്ത് നമ്മൾ അത് അവിടെ മാന്തിയിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ച് നമ്മൾ കാണിച്ചത്. ആദ്യമേ കണ്ടിട്ട് അത് ഇപ്പൊ ഉടനെ അത് പോയി. അതല്ല ഇപ്പം നമ്മൾ ഇതിനൊക്കെ വലിയ ഓർമ്മത്തിനെ നമ്മൾ ആദ്യമേ കണ്ടത്. അവിടെ കിടക്കുമായിരുന്നു. അത് രണ്ടാമത്തേനാണ് ഇതിനെ കാണുന്നത്. അവിടുന്ന് കയറിയാണ് ഇവിടെ വരെ വന്നപ്പോ ഞാൻ അപ്പത്തിന്റെ വട്ടത്തിലുള്ള പോച്ചല അടിച്ച് ഞാൻ വെളുപ്പിച്ചാൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഫോറസ്റ്റിൽ വന്ന് നോക്കിയപ്പോ കണ്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ മാന്തിയത് ആദ്യം അവിടെ മാന്തിയത്. അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കാണുന്ന സമയത്ത് തന്നെ ഫോറസ്റ്റുകാരെ അറിയിക്കുകയും ഫോറസ്റ്റുകാർ വരികയും ഫോറസ്റ്റുകാർ വന്നിട്ട് ദാണ്ട് ഈ കാണുന്ന ഭാഗത്ത് ഇപ്പൊ മണ്ണ് മാന്തി കിടക്കുന്ന ഈ ഭാഗത്താണ് മാന്തിയിട്ടേക്കുന്നത്. ഇവിടെ കുറച്ചു നേരം മാന്തിയിട്ട് അവര് പാമ്പിനെ കാണാതെ അവര് തിരിച്ചു പോവുകയും പിന്നെ ഇവര് വീണ്ടും പാമ്പിനെ ഈ ഭാഗത്തായിട്ടല്ലേ ദാണ്ട് ഈ ഭാഗത്ത് ദാണ്ട് ഇവിടെ ആയിട്ടാണ് തൊട്ട് മേളിലായിട്ടാണ് ഇവര് വീണ്ടും ഒരു പാമ്പിനെ കാണുന്നതും. എന്നാൽ നേരത്തെ അവിടെ കണ്ട പാമ്പിനെ അല്ല അവർ ഇവിടെ പിടിച്ചേക്കുന്നതും എന്നാണ് പറയുന്നത്. ഇവിടെ വീണ്ടും വേറെ പാമ്പും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആണോ? ഉറപ്പാണെന്ന് പറയാൻ മറ്റൊരു കറുത്ത കളറായിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചാര കളറിനകത്ത് കറുത്ത പുള്ളിയെ വരുന്നത്. പക്ഷെ പറഞ്ഞാൽ കറുപ്പിനകത്തൊരു ചാര കളർ പുള്ളിയെ മറ്റേത് വരുന്നത്. ആ പാമ്പല്ല, കഴിയുമ്പോൾ അടുത്തത് ഈ എഴഞ്ഞ് അങ്ങ് ഈ തൊട്ടോ അതുകൊണ്ട് ആ കാട്ടിലോട്ടോ ഈ കാട്ടിലോട്ടോ കയറും. അത് ഉറപ്പാണ്. അത് നല്ല വണ്ണമുള്ള നല്ല ഒരു സൈസ് സാധനം. തുറങ്ങം പോലെ പിടിക്കുന്നു, നല്ലൊരു തുറങ്ങും. ആ തുറങ്ങും അപ്പോൾ ഈ ഭാഗത്ത് വീണ്ടും പാമ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഈ കാണുന്നത് പോലെ ഇതൊരു തുരങ്കമാണ്. ഈ തുരങ്കത്തിലോട്ട് പാമ്പുകൾ കയറി കിടക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇവർ കണ്ട പാമ്പിനെ അല്ല ഇപ്പോൾ പിടിച്ചേക്കുന്നതാണ് ഇവര് ഉറപ്പായും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള പരിസരവാസികൾ ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ അതായത് വിളക്കുടി ദാണ്ട് NH, ഇത് തൊട്ടുമേലെ NH റോഡാണ്. ഇപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ റോഡിന്റെ ഈ താഴത്ത് കുറച്ചു മുമ്പ് അവർ ആമയെ കിട്ടി അതിന്റെ പുറയിൽ അവർ പോയപ്പോഴാണ് ഈ പാമ്പിനെ പിന്നെ കാണാറുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതേക്കൂട്ട് കാട്ടിലോട്ട് വൃത്തിയാക്കുന്നതിന്റെ ഇടയിലാണ് ഇവരിത് കണ്ടത്. ഇവിടെ മൊത്തം കാട് തന്നെയാണ്. അതുകൊണ്ട് പരിസരവാസികൾ കാടൊക്കെ കുറച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇവിടെ വീണ്ടും പാമ്പുണ്ട് എന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ചെറുതായിട്ടൊന്ന് ജാഗ്രത പാലിക്കണം. ഇപ്പൊ അത് ചാക്കി കെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പൊ പിടിച്ച പാമ്പിനെ. അതിന്റെ അധികൃതർ ഇപ്പൊ ഉടനെ എത്തും, എന്നിട്ട് അത് അവർ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്.